നമസ്കാരം. നമസ്കാരം. ഡൽഹിയിൽ സ്ഫോടനം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടെങ്കിലും അതിൻ്റെ അലയൊലികൾ രാജ്യമെങ്ങും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ അവസാനം വരുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് തുർക്കി എന്ന രാജ്യമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. തുർക്കിക്ക് എന്താണ് ഇത്രമാത്രം ഇന്ത്യയോട് കലിപ്പിൻ്റെ കാരണം? തുർക്കി ഒരു പഴയ ചരിത്രമുണ്ട് തുർക്കിക്ക്. അത് നമ്മുടെ നാട്ടിൽ തന്നെ 1921 നടന്നൊരു കലാപം എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? തുർക്കിയിലെ സുൽത്താനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു. അത് ചെയ്തതാരാണ്? ബ്രിട്ടീഷുകാരാണ്. പക്ഷേ അതിനോട് എതിർത്തുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ സമരം എന്ന രീതിയിൽ ഒരു സമരമുണ്ടാകുകയും ആ സമരത്തിൽ വ്യാപകമായ വംശഹത്യ അല്ലെങ്കിൽ മതപരമായ വേട്ട നടന്നു എന്നുള്ള കാര്യം അറിയാമല്ലോ. അന്നേ നാം മനസ്സിലാക്കണം, ലോകത്തിലെ ഏക സാമ്രാജ്യത്വ മുസ്ലിം ശക്തിയാണ് തുർക്കി എന്ന് പറയുന്നത്. നമ്മൾ ബ്രിട്ടനെ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ബ്രിട്ടനെ അറിയാമല്ലോ. അതേപോലെ ഏറ്റവും ആദ്യത്തെ സാമ്രാജ്യത്വ ശക്തികളിൽ ഒന്നാണ് തുർക്കി. തുർക്കി സാമ്രാജ്യം ലോകത്തെ പല സ്ഥലങ്ങളിലും വ്യാപിച്ചു കിടന്നിരുന്നു. അവർക്ക് അന്ന് ഉണ്ടായിരുന്നത് ആഗോള മുസ്ലിമിൻ്റെ നേതൃസ്ഥാനമായിരുന്നു. ആ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും അവർക്ക് വരിക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ്. ഇതുകൂടാതെ മറ്റൊരു ലക്ഷ്യം അവർക്കുണ്ട്, അതായത് ലോകം മുഴുവൻ ഒരു ഖലീഫേറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരിക. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തുർക്കി ധാരാളം പണമുണ്ടവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം പണത്തിന് യാതൊരു ക്ഷാമവും ഇല്ലാത്ത രീതിയിൽ എണ്ണ സമ്പന്നമാണ്. അവർ വളരെ തന്ത്രപ്രധാനമായൊരു സ്ഥലത്താണ് കിടക്കുന്നത്. അങ്ങനെ ഒരു തന്ത്രപ്രധാനമായ സ്ഥലത്ത് കിടക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അപ്പോൾ ആ ഒരു രാജ്യത്തിന് അങ്ങനെ കിടക്കുമ്പോഴാണ് ലോകത്തെ പല കാര്യങ്ങളിലും മറ്റു രാജ്യങ്ങൾ അവരോട് നിശബ്ദരാകുന്നത്. അങ്ങനെ നിശബ്ദരായുള്ള ഗുണം എന്താണ്? അവർക്ക് അവരുടെ തന്ത്രങ്ങൾ അതിവേഗം ലോകത്ത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ പിന്നിൽ അവരൊഴുക്കുന്ന ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവരൊഴുക്കുന്ന പണം കേരളത്തിലും എത്തിയിട്ടുണ്ട്. കേരളം ഇപ്പോൾ NIA അതിശക്തമായ നിരീക്ഷണത്തിലാണ്. ഈ സ്ഫോടനത്തിന് ശേഷം കേരളവുമായിട്ടുള്ള ബന്ധം NIA വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. അതേ സംബന്ധിച്ച് കേരളത്തിൽ പല സ്ഥലങ്ങളിലും റെയ്ഡ് നടന്നു. ഈ റെയ്ഡ് നടക്കുന്നതും അതിനോട് സംബന്ധിച്ചുള്ള വാർത്തകളും എന്തുകൊണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല എന്ന് നോക്കുമ്പോഴാണ് മാധ്യമങ്ങളിലേക്ക് പോലും തുർക്കി ഫണ്ടിൻ്റെ സ്വാധീനം കടന്നു വന്നിരിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം കുറച്ച് നാളുകളായിട്ട് പല വിധത്തിൽ പല തരത്തിൽ ഇത്തരം കേസുകൾ അറിയാതെ ചെറുകിട മാധ്യമങ്ങൾ അതുപോലെ ചില യൂട്യൂബുകളെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത്തരം ശ്രദ്ധ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളോ വാർത്താ മാധ്യമങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് പരിതാപകരമാണ്. കാരണം ഇവിടെ നേപ്പാളിലെ സംഭവം നടക്കുമ്പോൾ നേപ്പാളിൽ അവിടുന്ന് പറഞ്ഞു കേട്ടത് കേരളത്തിൽ നിന്ന് ആയുധം തരാൻ തയ്യാറായിരുന്നു, അതിനുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നാണ്. ഒന്ന് മനസ്സിലാക്കുക. ആ സമയത്ത് തന്നെ NIA ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അതായത് നേപ്പാളിലെ കലാപം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന, നേപ്പാൾ ഏറ്റവും അങ്ങേയറ്റത്ത് കിടക്കുന്നതാണെങ്കിൽ ഇവിടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന കേരളവുമായിട്ട് എങ്ങനെ കണക്ഷൻ വന്നു എന്നുള്ളതാണ്. അവിടെ വെച്ചാണ് ഇതിൻ്റെ നിരീക്ഷണം ആരംഭിക്കുന്നത്. ആ നിരീക്ഷണങ്ങളെ തുടർന്ന് ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താൻ അത്യുഗ്രമായ റെസിൻ എന്ന വിഷം കൊണ്ട് ആൾക്കാരെ കൊല്ലാൻ പല രീതിയിൽ നമ്മളത് വായിച്ചല്ലോ. അതായത് കുടിവെള്ളത്തിൽ ചേർത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഓരോ ടാപ്പിൽ നിന്നും വെള്ളം എടുക്കുന്നവർ പിടഞ്ഞു മരിക്കുന്ന സംവിധാനമൊക്കെ അവർ ഒരുക്കിയിരുന്നു. അപ്പൊ ഇതെല്ലാം NIA കണ്ടുപിടിക്കാൻ കാരണം നേപ്പാളിലെ കലാപത്തിന്റെ പിന്നിലുള്ള കേരളത്തിന്റെ പങ്ക് അന്വേഷിച്ചപ്പോഴാണ്. കേരളത്തിന്റെ പങ്കെന്ന് വെച്ചാൽ കേരളത്തിലെ ഇത്തരത്തിലുള്ള വിധ്വംസക ശക്തികളുടെ പങ്കാണ് അവർ അന്വേഷിച്ചത്. അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇത് ഗുരുതരമായ ഒരു വലിയ നെറ്റ്വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. ആ നെറ്റ്വർക്കിനെ അന്വേഷിച്ചു പോയപ്പോഴാണ് ഏകദേശം 30-ലേറെ ആക്രമണ ശ്രമങ്ങളെ കേന്ദ്ര ഏജൻസികൾക്ക് തടയാൻ സാധിച്ചത്. എന്നാൽ അവസാനമുണ്ടായ സ്ഫോടനം തടയാൻ പറ്റാത്തത് എന്താണെന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ തടയുന്നു എന്ന റിപ്പോർട്ട് വന്നപ്പോൾ ആയുധങ്ങളുമായിട്ട് കടന്നു കളയുവാനും മറ്റൊരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് ഒളിപ്പിക്കുവാനും ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് അവർക്ക് രക്ഷയില്ല എന്ന് മനസ്സിലായി അവിടെ വെച്ച് ബോംബ് പൊട്ടിക്കേണ്ടി വന്നത്. ഇത് വളരെ നിസ്സാരമായ കാര്യമല്ല. എന്താണ് അപ്പോൾ ഇതിനെല്ലാം അന്വേഷിച്ചപ്പോഴാണ് തുർക്കി എന്ന രാക്ഷസൻ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഇതിനകത്ത് വേറെ സത്യം കൂടി കഴിയിടയ്ക്ക് വായിക്കാൻ പറ്റി. ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ അത്ഭുത പ്രതിഭാസങ്ങളിൽ ഒന്നാണ് അമീർ ഖാൻ. അമീർ ഖാനും ഭാര്യയും കൂടിയിട്ട് കുടുംബസമേതം തുർക്കി എർദോഗൻ്റെ, അതായത് തുർക്കിയുടെ പ്രസിഡന്റ് കൊട്ടാരത്തിൽ അതിനായിട്ട് ചെല്ലുക മാത്രമല്ല അവിടെ താമസിച്ച ഒരാഴ്ചയോളം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് കുറേ നാളുകളായി അല്ലേ തുർക്കി ഇത്തരം ബന്ധങ്ങൾ ഇവിടെയുള്ള സെലിബ്രിറ്റീസിനെ അടക്കം സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട്. അതായത് തുർക്കിയുടെ ഇൻ്റലിജൻസ് ഏജൻസി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതായിട്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ മനസ്സിലാക്കി.
തുർക്കി പക്ഷേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് നയതന്ത്ര അവരുടെ ഒരു നയതന്ത്ര സ്ഥാനപതി കാര്യാലയത്തിന്റെ മറവിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പാകിസ്ഥാന് വേണ്ടിയും പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഈ പറയുന്ന ടെററിസ്റ്റ് ശൃംഖലകൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നപ്പോൾ തുർക്കി നമ്മൾ തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനെ ബാൻ ചെയ്തതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഹാൻഡ്ലിങ്ങിന്റെ ഓർഡർ അവർക്ക് നമ്മൾ ക്യാൻസൽ ചെയ്തില്ല ഓർക്കുന്നുണ്ടല്ലോ. തുർക്കിക്ക് കേരളത്തിൽ നിന്ന് പോലും ധനസഹായം കൊടുത്തിട്ടുള്ളതാണ് ഭൂകമ്പം. അല്ലാതെ ഒരു നന്ദിയില്ലാത്തൊരു രാജ്യം എന്നുള്ളത് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. 2023 24 അറിയില്ല, തുർക്ക് വലിയൊരു ഇതും നടന്നു. ആദ്യമായിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ വിമാനമാണ് അവിടെ ലാൻഡ് ചെയ്യുന്നത്. അത് ആവശ്യത്തിന് മരുന്നും കാര്യങ്ങളും ഷെൽട്ടറുകളുമായിട്ട് ചെന്നിട്ട് അന്ന് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തുർക്കി എർദോഗൻ പറഞ്ഞത് ഇന്ത്യ ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ്, ഇന്ത്യയുടെ നന്ദിയും കടപ്പാടും എക്കാലം നിലനിൽക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ. ഒരു പ്രശ്നമുണ്ട്, പാകിസ്ഥാൻ ഞങ്ങളുടെ സഹോദര രാജ്യമാണെന്നാണ് തുർക്കി പറയുന്നത്. സഹോദരനാണ് സുഹൃത്താണ് പറയുന്നത്. സുഹൃത്തിനേക്കാൾ വലുതാണ് സഹോദരൻ. എന്തുകൊണ്ട് സഹോദരൻ ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുർക്കിയുടെ ഇപ്പോഴത്തെയും എപ്പോഴത്തെയും ലക്ഷ്യം അത് തുർക്കി ഒരു മത്സരത്തിലാണ്, ആഗോള മുസ്ലിം നേതൃത്വത്തിന് വേണ്ടിയുള്ള ഒരു മത്സരത്തിലാണ്. ആരോടൊക്കെയാണ് മത്സരിക്കുന്നത്? ഒന്ന്, മത്സരത്തിൽ പാകിസ്ഥാനുണ്ട്, സൗദി അറേബ്യ ഉണ്ട്. ഈ പാകിസ്ഥാനും സൗദി അറേബ്യയും കൂടാതെ ഇറാനുണ്ട്. ഇറാഖ് നേരത്തെ ഉണ്ടായിരുന്നു. ഇറാഖിന്റെയും ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇറാഖ് ഇല്ല എങ്കിലും മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇവർ മത്സരിക്കുകയാണ്. മത്സരിക്കുമ്പോൾ തുർക്കിയുടെ കയ്യിൽ അണുബോംബില്ല. അതാരുടെ കയ്യിലാണ് ഉള്ളത്? പാകിസ്ഥാന്റെ കയ്യിലാണ്. പാകിസ്ഥാനിന് നിന്ന് പണം കൊടുത്തോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചോ തുർക്കിക്ക് ആണവ രാജ്യമാകണമെന്നുള്ള രഹസ്യ പദ്ധതി നേരത്തെ തന്നെയുണ്ട്. തുർക്കി ആണവ രാജ്യമായിട്ട് അത് ഇസ്രയേലിലേക്ക് കൊണ്ടുപോയി പൊട്ടിക്കുക, ഇസ്രയേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ ഒരു സംശയം വേണ്ട, ആഗോളം മുസ്ലിം മനസ്സുകളിലേക്ക് തുർക്കി 1ാം സ്ഥാനത്തെത്തും. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് തുർക്കിയുടെ പ്രവർത്തനങ്ങൾ നിരന്തരമായിട്ട് നടക്കുമ്പോൾ അത് ഇസ്രയേലിന്റെ അവരുടെ റഡാറിലാണല്ലോ ഇവരെപ്പോഴും. കാരണം തുർക്കി എന്ന് പറയുന്നത് ഏറ്റവും പേടിക്കേണ്ട അപകടകാരിയായ രാജ്യമാണെന്ന് ഇസ്രയേലിന് അറിയാം. ഒരു രാജ്യത്തെ നമ്മൾ പേടിക്കേണ്ടത് 2-3 കാര്യങ്ങളില്ല. ഒന്ന്, അവരുടെ സൈനിക ശക്തി, മറ്റൊന്ന് സാമ്പത്തിക ശക്തി, മറ്റൊന്ന് ജനസംഖ്യ, തന്ത്രപ്രധാനമായ സ്ഥാനം, അവരുടെ സഖ്യങ്ങൾ. ഇതെല്ലാം കൊണ്ടും തുർക്കിയാണ് എല്ലാ മുസ്ലിം രാജ്യങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് നേതൃത്വത്തിലേക്ക് വരാനുള്ള ശേഷി ആഭ്യന്തര ബാഹ്യ ഘടകങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തുർക്കി കേരളത്തിൽ എന്തുകൊണ്ട് ഇടപെടുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ തുർക്കി ഇടപെടാനുള്ള ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ മാറി മാറി ഭരിക്കുന്ന ആരൊക്കെയാണ്? ഇടത് വലത് കക്ഷികളാണ്. അവർക്ക് മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളോടുള്ള നിലപാട് എങ്ങനെയാണ് നമുക്കറിയാമല്ലോ. അതൊരു വോട്ട് ബാങ്ക് എന്ന നിലയിലാണ് കാണല്ലോ. കാരണം അതിൻ്റെ അകത്ത് വേറെ സത്യം കൂടിയുണ്ട്. ഇതിപ്പോൾ തുർക്കി ആയാലും പാകിസ്ഥാൻ ആയാലും ഒരു ഇതര രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയോടുള്ള വെറുപ്പ് അവരോടൊപ്പം കൂടിച്ചേരാൻ ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും തയ്യാറല്ല. അതിൻ്റെ അകത്ത് ഇന്ത്യൻ മുസ്ലിംസ് ഉണ്ട്. ഇന്ത്യൻ മുസ്ലിംകളും നിഷ്പക്ഷരായവരും രാജ്യസ്നേഹികളുമായ വളരെ ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ട്. എന്നാൽ എല്ലായിടത്തും ഫ്രിഞ്ച് എലമെന്റുകളുണ്ട്. അതായത് തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാർ എല്ലാ വിഭാഗങ്ങളിലുമുണ്ട്. അത് ഇന്ന മതം എന്ന് നമുക്ക് പറയാൻ പറ്റിയാൽ എല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഒരു മതത്തിൽ ഒരുപക്ഷെ കൂടുതലുണ്ട് എന്ന് പലരും പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ വിഭാഗത്തെ ഹൈജാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹൈജാക്ക്, അതായത് നിഷ്പക്ഷമതികളായ രാജ്യസ്നേഹികളായവരെ നിശബ്ദരാക്കിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം രസകരമായിട്ടുള്ളൊരു ഇത് വായിച്ചു. അന്ന് 1921 ഇവിടെ മുസ്ലിം റെജിമെന്റുകളുണ്ടായിരുന്നു. 3 റെജിമെന്റുകളാണെന്നുണ്ടായിരുന്നു. അതാണ് ചന്ദ്രക്കലയുള്ള തുർക്കിയുടെ തൊപ്പി. ആ തൊപ്പി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുടുംബം ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ ഒരു ലേഖനം എഴുതിയിരുന്നു. അപ്പം ഇന്ന് ആലോചിച്ച് നോക്കുക, കത്തി മാത്രമല്ല ഊരിക്കളയാത്തത്, അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല കത്തി. അവർ അറബിക്കടലിൽ കത്തി കളഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അവർക്ക് പെട്ടെന്ന് അവരുടെ പ്രോഗ്രാമിന് ഒരു ബ്രേക്ക് വന്നത് ഈ നോട്ട് നിരോധനം വന്നു. അതെ, ഈ നോട്ട് നിരോധനം ആയിരുന്നു പാകിസ്ഥാനെ വഴി അവർക്ക് ഇത് ചെയ്യുവാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം സ്പഷ്ടമാണ്, NIA-യുടെ വളരെ ശക്തമായ നിരീക്ഷണത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ, അതായത് ഈ ഫണ്ടമെന്റലിസം ഉള്ള രാഷ്ട്രീയ കക്ഷികൾ. അന്നത്തെ ഒരു മുദ്രാവാക്യം കൂടി ഉണ്ടല്ലോ, 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ. കത്തി സൂക്ഷിച്ചിട്ടുണ്ട്, തുർക്കി തൊപ്പിയുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നടന്നു വരുന്ന സ്ഫോടനങ്ങളുമായിട്ട് തുർക്കിക്കും പാകിസ്ഥാനും ഉള്ള ബന്ധം പോലെ തന്നെ ആയിരിക്കണം അത്തരം രാജ്യങ്ങളോട് താല്പര്യമുള്ള ആളുകളും ഇവിടെയുണ്ട്. പക്ഷേ പിന്നാലെ NIA ഉണ്ട്. അതെ.